ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ടോ. അതിൻ്റെ കംപ്ലയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്ലോ സ്പീഡ് നിൽക്കുന്നില്ല, വണ്ടി റണ്ണിങ്ങിലൊരു വെട്ടൽ കാണിക്കുന്നുണ്ട്, അതൊക്കെയാണ് കംപ്ലയിൻറ്റ്. പിന്നെ എഞ്ചിൻ ഭാഗത്തുനിന്ന് സൗണ്ട് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി കയറ്റി ചെക്ക് ചെയ്തതാണ്. അപ്പോൾ സ്ലോ സ്പീഡ് നിൽക്കാത്തൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ പ്രശ്നമാണ് കേട്ടോ. കാർബറേറ്ററിൽ വരുന്ന ഈ ഒരു സ്ലോ ജെറ്റിൻ്റെ പ്രശ്നമാണ്. ഈ സ്ലോ ജെറ്റ് നല്ല രീതിയിൽ ബ്ലോക്കാണത്. ഇതൊന്ന് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സ്ലോ ജെറ്റ് മാറണം. നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ സ്ലോ ജെറ്റ് സ്റ്റോക്കില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ക്ലീനറൊന്ന് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ആക്കാം. റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലോ ജെറ്റൊന്ന് മാറ്റിയിട്ട് റീസെറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ തൽക്കാലം നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീനറൊക്കെ ഒന്ന് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാം. അതേപോലെ ഫ്രണ്ട് വെട്ടുന്ന ഒരു കംപ്ലയിൻറ്റ്സ് പറഞ്ഞല്ലോ. ഫ്രണ്ട് വെട്ടുന്ന കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ട് ഫ്രണ്ടിൽ ടയറാണ്. ടയർ ഫുള്ളായിട്ട് തേഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് ഈ ഫ്രണ്ട് വെട്ടുന്നത്. അപ്പോൾ ആ ടയർ മാറ്റി കഴിഞ്ഞാൽ റെഡി ആവുള്ളൂ. വെട്ടിൽ മാറുള്ളൂ. വെട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നാലും ചെറിയൊരു വെട്ടിൽ ഫ്രണ്ട് മാറ്റി കഴിഞ്ഞാൽ ചെറിയൊരു വെട്ടിൽ കാണിക്കും. എന്താ പറഞ്ഞാൽ ആ ബാക്കിൽ ടയർ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടർ ടൈപ്പ് ടയറല്ല ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറുണ്ട്, ഷാർപ്പ് ടൈപ്പ്. ആ മോഡലാണ് ശരിക്കും ഇടുന്നത്. ഈ ടയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വെട്ടിൽ കാണിക്കും. ആയതിൻ്റെ അത്ര ഉണ്ടാവില്ല, എന്നാലും അതിന് ചെറിയ ലൈനോട്ടായിട്ടൊരു വെട്ടിലേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അറിയില്ല. ചിലപ്പോൾ ടയർ ഇനി മാക്സിമം ഉപയോഗിക്കുക. പിന്നീട് ബാക്കിലെ ടയർ മാറ്റുമ്പോൾ ആ ഷാർപ്പ് ടൈപ്പ് ഫ്രണ്ടിലേക്ക് ഇപ്പോൾ ഇടുന്ന മോഡലൊന്നും ഇല്ല കേട്ടോ. ഓക്കെ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ പുഷുകളൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ എഞ്ചിൻ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച് വേറെ സൗണ്ട് വേരിയേഷൻ ഒന്നും കാണുന്നില്ല. നോർമലുള്ള സൗണ്ടൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.